എല്ലാവർക്കും സ്വാഗതം. കമ്പനി ബോർഡ് LGSന്റെ സിലബസ് അനുസരിച്ച് തയ്യാറാക്കിയ ക്വസ്റ്റ്യൻസും അവയുടെ ഉത്തരങ്ങളുമാണ് ഇവിടെ വിശകലനം ചെയ്യുന്നത്. ഈ ക്വസ്റ്റ്യൻസിൽ കൂടുതലും പ്രീവിയസ് LGS എക്സാമിന് വന്നിട്ടുള്ളതാണ്. അവ ഏതെല്ലാമെന്ന് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, സ്വത്തവകാശം മൗലികാവകാശം അല്ലാതാക്കിയ ഭരണഘടനാ ഭേദഗതി. 44ാം ഭേദഗതി. ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ഏതാണ്? ആന. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ. ഉരുളുന്ന ഗ്രഹം എന്നറിയപ്പെടുന്ന സൗരയൂഥത്തിലെ ഗ്രഹം യുറാനസ്. വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗം കണരോഗം അല്ലെങ്കിൽ റിക്കറ്റ്സ്. കേരളത്തിൽ പഴശ്ശി വിപ്ലവം നടന്ന ജില്ല വയനാട്. ഇന്ത്യയിലെ വന നിയമം നിലവിൽ വന്ന വർഷം 1927. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കുന്ന വാക്കുകൾ നാം ഭാരതത്തിലെ ജനങ്ങൾ. എൻ്റെ നാട് കടൽ പോലെ എന്ന് രേഖപ്പെടുത്തിയ യാത്രികൻ ഇബ്നു ബത്തൂത്ത. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന് എന്ന് പ്രഖ്യാപിച്ചത് ആര്? സഹോദരൻ അയ്യപ്പൻ. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ച നവോത്ഥാന നായകൻ VT ഭട്ടതിരിപ്പാട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ ഉള്ള ജില്ല കണ്ണൂർ. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന ഭൂപ്രദേശം ഉത്തര മഹാസമതലം. ആധുനിക രസതന്ത്രത്തിന്റെ പിതാവായി അറിയപ്പെടുന്നത് ആര്? ലാവോസിയെ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം വൈറ്റമിൻ K. കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ആര്? EMS നമ്പൂതിരിപ്പാട്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ഡോക്ടർ BR അംബേദ്കർ ആണ്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട കായൽ. ബ്ലൂ വിട്രിയോൾ എന്നറിയപ്പെടുന്ന രാസവസ്തു കോപ്പർ സൾഫേറ്റ്. കേരളത്തിലെ ആദ്യത്തെ വള്ളംകളി നടന്ന കായൽ പുന്നമട കായൽ ആലപ്പുഴ ജില്ലയിലും. കേരളീയൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടിരുന്ന സ്വാതന്ത്ര്യ സമര സേനാനി KA കേരളീയൻ. ക്ഷയരോഗത്തിന് കാരണമായ രോഗാണു ബാക്ടീരിയ. പ്ലാസ്റ്റിക് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പ്രധാന അസംസ്കൃത വസ്തു പെട്രോളിയം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയ ഭാഗം ഇനാമൽ. ഇന്ത്യയുടെ ദേശീയ നദി ഗംഗ. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം പെരിയാർ. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ. അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ബാരോമീറ്റർ. ജീവകങ്ങളിൽ കൊഴുപ്പിൽ ലയിക്കുന്നവ ഏതെല്ലാം? A, D, E, K. ജലത്തിൽ ലയിക്കുന്നത് വൈറ്റമിൻ Bയും Cയും ആണ്. ഇന്ത്യയുടെ മിസൈൽ മാൻ എന്നറിയപ്പെടുന്നത് ഡോക്ടർ APJ അബ്ദുൽ കലാം. ജാതിനാശിനി സഭ സ്ഥാപിച്ചത് ആര്? ആനന്ദ തീർത്ഥൻ. പ്രാചീന മലയാളം എന്ന പുസ്തകം രചിച്ചത് ആര്? ചട്ടമ്പി സ്വാമികൾ. ശ്രീനാരായണ ഗുരുവിന്റെ നേതൃത്വത്തിൽ സർവമത സമ്മേളനം നടന്ന വർഷം 1924. വിദ്യാഭൂഷണി എന്ന സംഘടന സ്ഥാപിച്ച നവോത്ഥാന നായകൻ സഹോദരൻ അയ്യപ്പൻ. ബ്രിട്ടീഷ് ഭരണത്തെ വെൺ നീചൻ എന്ന് വിശേഷിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് വൈകുണ്ഠ സ്വാമികൾ. പെൺ നീച ഭരണം എന്ന് വിശേഷിപ്പിച്ചത് വൈകുണ്ഠ സ്വാമികളാണ്. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി. ചിരിപ്പിക്കുന്ന വാതകം എന്നറിയപ്പെടുന്നത് നൈട്രസ് ഓക്സൈഡ്. കേരള ചരിത്ര മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഇടപ്പള്ളി. ഇടപ്പള്ളി എറണാകുളം ജില്ലയിലാണ്. നിശബ്ദ കൊലയാളി എന്നറിയപ്പെടുന്ന രോഗം അമിത രക്തസമ്മർദ്ദം. ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി സ്റ്റേപ്പിസ്. എയ്ഡ്സ് രോഗത്തിന് കാരണമാകുന്ന രോഗാണു വൈറസ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വാഴപ്പഴം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം മഹാരാഷ്ട്ര. ഇനി 43ാമത്തെ ക്വസ്റ്റ്യൻ, സെല്ലുലാർ ജയിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപ് പോർട്ട് ബ്ലെയർ. അത് ആൻഡമാനിലാണ്. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം പ്രതിപാദിക്കുന്ന ഭരണഘടന അനുച്ഛേദം 326. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എന്ന ആശയം കടമെടുത്ത രാജ്യം അമേരിക്ക.
ഹൂഗ്ലി നദിക്ക് കുറുകെ സ്ഥിതി ചെയ്യുന്ന തൂക്കുപാലം രവീന്ദ്ര സേതു അല്ലെങ്കിൽ ഹൗറ പാലം. ഇന്ത്യയിലെ പരമോന്നത കായിക ബഹുമതി ഖേൽരത്ന അവാർഡ്. ഏറ്റവും ഒടുവിൽ നിലവിൽ വന്ന കേന്ദ്രഭരണ പ്രദേശം 2024 ഡിസംബറിലെ കണക്കനുസരിച്ച് ലഡാക്ക്. ഇന്ത്യയുടെ ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനത്തിന് ഭരണഘടനാ പദവി നൽകിയ ഭേദഗതി 73ാം ഭേദഗതി. ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽക്കാടുകൾ സുന്ദർബൻസ്. ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു. കേരളത്തിൽ എത്ര തരം ഔദ്യോഗിക ഭാഷകൾ ഉണ്ട്? 1. മലയാളം. ഭാരതരത്ന ലഭിച്ച ആദ്യ കായിക താരം സച്ചിൻ ടെണ്ടുൽക്കർ. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഹൈക്കോടതി കൊൽക്കത്ത ഹൈക്കോടതി. ഇന്ത്യയുടെ ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. 2024 ഏറ്റവും കൂടുതൽ ഓസ്കാർ അവാർഡുകൾ നേടിയ ചിത്രം ഓപ്പൺഹൈമർ. 2024 പത്മ പുരസ്കാരങ്ങളിൽ കേരളത്തിൽ നിന്ന് പത്മവിഭൂഷൺ ലഭിച്ച വ്യക്തി MD വാസുദേവൻ നായർ. ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് ക്ഷേത്രപ്രവേശന വിളംബരം. അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം 1697. യജമാനൻ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് വാഗ്ഭടാനന്ദൻ. 61ാമത്തെ ക്വസ്റ്റ്യൻ. അനുതാപം എന്ന കവിത രചിച്ച നവോത്ഥാന നായകൻ ശ്രീനാരായണ ഗുരു. ഇന്ത്യയുടെ കടുവ സംരക്ഷണ പദ്ധതി പ്രോജക്റ്റ് ടൈഗർ ആരംഭിച്ച വർഷം 1973. ചന്ദ്രനിലെ ഏറ്റവും ഉയരം കൂടിയ മലനിര മൗണ്ട് ഹൈഗൻസ്. ഊർജം ഉൽപ്പാദിപ്പിക്കപ്പെടാത്ത ഒരു പോഷക ഘടകം വിറ്റാമിൻ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഹീമർ തുടയല്. ബ്ലാക്ക് ബോക്സ് എന്നറിയപ്പെടുന്ന രാസവസ്തു മാംഗനീസ് ഡയോക്സൈഡ്. കേരളത്തിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത സിക്ക വൈറസ് ബാധിച്ച ജില്ല തിരുവനന്തപുരം. കണ്ണിന്റെ ലെൻസിന് അതാര്യത ഉണ്ടാകുന്ന രോഗം തിമിരം. ലോകത്തിൽ ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ബ്രസീൽ. തെർമോമീറ്റർ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ഗലീലിയോ ഗലീലി. ഇന്ത്യയുടെ രണ്ടാമത്തെ രാഷ്ട്രപതി ഡോക്ടർ S രാധാകൃഷ്ണൻ. ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡൽഹൌസി പ്രഭു. സതി നിരോധിച്ച ഗവർണർ ജനറൽ വില്യം ബെന്റിക് പ്രഭു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം ചിന്നാർ. ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി തെന്മല. തെന്മല കൊല്ലം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇക്കോ ടൂറിസം പദ്ധതി ആരംഭിച്ചത് 2001 കുടുംബശ്രീ പദ്ധതി കേരളത്തിൽ ആരംഭിച്ച വർഷം 1998. ഇന്ത്യയുടെ ഇപ്പോഴത്തെ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം 3. ലോകത്തിലെ ഏറ്റവും വലിയ പവിഴപ്പുറ്റായ ഗ്രേറ്റ് ബാരിയർ റീഫ് സ്ഥിതി ചെയ്യുന്ന രാജ്യം ഓസ്ട്രേലിയ. വെളുത്ത സ്വർണം എന്നറിയപ്പെടുന്ന ലോഹം പ്ലാറ്റിനം. രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം സ്ഫിഗ്മോമാനോമീറ്റർ. കേരളത്തിലെ കളിമൺ നിക്ഷേപം കൂടുതലുള്ള പ്രദേശം കുണ്ടറ. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി നെയ്യാർ. കർഷകരെ സംഘടിപ്പിക്കുന്നതിനായി അയ്യങ്കാളി സ്ഥാപിച്ച സംഘടന സാധുജന പരിപാലന സംഘം. പ്രകാശത്തിന്റെ വേഗത ആദ്യമായി അളന്ന ശാസ്ത്രജ്ഞൻ ഓലെ റോമർ. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവ് മാസ്. സൂര്യോദയത്തിന്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ജപ്പാൻ. 87ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികൾ ഉള്ള നദി ഭാരതപ്പുഴ. 2024 പാരീസിൽ നടന്ന ഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ മെഡൽ നേടിയ രാജ്യം യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക. ഇന്ത്യൻ ഭരണഘടനയുടെ അടിയന്തരാവസ്ഥ എന്ന ആശയം കടമെടുത്ത രാജ്യം ജർമ്മനി. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ സംഭരിക്കപ്പെടുന്ന ലോഹം ഇരുമ്പ്.
ഇന്ത്യയുടെ ഏകദേശ തീരദേശ ദൈർഘ്യം 7516 കിലോമീറ്റർ. ചന്ദ്രന്റെ ഉപരിതലത്തിൽ ആദ്യമായി കാലുകുത്തിയ വ്യക്തി നീൽ ആംസ്ട്രോങ്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നതെന്ന് 1950 ജനുവരി 26. കേരളത്തിലെ ആദ്യത്തെ വർത്തമാന പത്രം രാജ്യസമാചാരം. ഉരുളൻകിഴങ്ങ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഹിമാചൽ പ്രദേശ്. കേരളത്തിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ PSC നിലവിൽ വന്ന വർഷം 1956. കർഷക ദിനമായി കേരളത്തിൽ ആചരിക്കുന്നത് ചിങ്ങം 1. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ്. വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം നടത്തിയ വർഷം 1809. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ കമ്പ്യൂട്ടർ വത്കൃത പഞ്ചായത്ത് പള്ളിപ്പുറം.